ഹായ് ഓൾ. സോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നത് റാങ്കിങ് സ്കെയിൽസിനെ കുറിച്ചിട്ടായിരുന്നു. അതിൽ നമ്മൾ കമ്പാരിറ്റീവ് സ്കെയിൽസ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നോൺ കമ്പാരിറ്റീവ് സ്കെയിൽസിനെ കുറിച്ചിട്ടാണ്. സോ നോൺ കമ്പാരിറ്റീവ് സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിംപ്ലി ഇറ്റ് ഈസ് അൻ ഓപ്പോസിറ്റ് ഓഫ് കമ്പാരിറ്റീവ് സ്കെയിൽ. കമ്പാരിറ്റീവ് സ്കെയിലിൽ എന്താണ് ചെയ്യുന്നത്? രണ്ട് ഐറ്റംസ് അല്ലെങ്കിൽ എത്രയാണോ ഐറ്റംസ് ഉള്ളത് ദേ ആർ ബീങ് കമ്പയർഡ് ആൻഡ് വി ആർ ഇവാലുവേറ്റിംഗ് ദോസ് ഐറ്റംസ്. ഓക്കെ, കമ്പയർ ചെയ്യാണ് ചെയ്യുന്നത് കമ്പാരിറ്റീവ് സ്കെയിലിൽ. നോൺ കമ്പാരിറ്റീവ് സ്കെയിലിൽ എന്താ ചെയ്യുന്നില്ല? കമ്പാരിസൺ ചെയ്യുന്നില്ല. അതല്ലെങ്കിൽ ഒരു സിംഗിൾ ഒബ്ജക്റ്റിനെ നമ്മൾ ജസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യുന്നതിനെയാണ് നോൺ കമ്പാരിറ്റീവ് സ്കെയിൽ എന്ന് പറയുന്നത്. ഇൻ നോൺ കമ്പാരിറ്റീവ് സ്കെയിലിംഗ് റെസ്പോണ്ടൻസ് ഓൺലി ഇവാലുവേറ്റ് എ സിംഗിൾ ഒബ്ജക്റ്റ്. Their evaluation is independent of the other object which the researcher is studying. സോ ഒന്ന് മറ്റൊന്നിനെ കമ്പയർ ചെയ്യുന്നില്ല. ഇവിടെ സിംഗിൾ ഐറ്റം അതിനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യുക അതല്ലെങ്കിൽ സ്റ്റഡി ചെയ്യാണ് ചെയ്യുന്നത്. നോൺ കമ്പാരിറ്റീവ് സ്കെയിലിംഗ് ടെക്നിക്സ് ക്യാൻ ബി ഫർദർ ഡിവൈഡഡ് ഇൻ ടു കണ്ടിന്യൂസ് റേറ്റിംഗ് സ്കെയിൽ ആൻഡ് ഐറ്റമൈസ്ഡ് റേറ്റിംഗ് സ്കെയിൽ. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് കണ്ടിന്യൂസ് റേറ്റിംഗ് സ്കെയിലും ലൈൻ മാർക്കിംഗ് സ്കെയിലിനെയും കുറിച്ചിട്ടാണ്. സോ ഐറ്റമൈസ്ഡ് റേറ്റിംഗ് സ്കെയില്, ലിക്കർട്ട് സ്കെയില്, സെമാൻറ്റിക് ഡിഫറൻഷ്യൽ സ്കെയില് അതൊക്കെ നോൺ കമ്പാരിറ്റീവ് സ്കെയിലിൻ്റെ തന്നെ ഭാഗങ്ങളാണെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ നമ്മൾ ഇവിടെ നോൺ കമ്പാരിറ്റീവ് സ്കെയിൽസ് വെച്ച് പഠിക്കാൻ പോകുന്നത് കണ്ടിന്യൂസ് റേറ്റിംഗ് സ്കെയിലിനെയും കുറിച്ചിട്ടും അതേമാതിരി തന്നെ ലൈൻ മാർക്കിംഗ് സ്കെയിലിനെ കുറിച്ചിട്ടുമാണ്. സോ കണ്ടിന്യൂസ് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? It's a very simple and highly useful scaling technique. In continuous rating scale, the respondents rate the objects by placing a mark at the appropriate position on a continuous line that runs from one extreme of the criterion variable to the other. So നിങ്ങൾക്ക് അതിൻ്റെ താഴെ ഒരു എക്സാമ്പിൾ ആയിട്ട് കാണാൻ പറ്റും. സോ ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് ലൈൻ ഉണ്ടായിരിക്കും ആൻഡ് എന്ത് ചെയ്യുന്നുണ്ടോ റെസ്പോണ്ടൻസ് ആ ഒരു ഒബ്ജക്റ്റിനെ റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കണ്ടിന്യൂസ് ലൈനിൽ മാർക്ക് ചെയ്യാണ് അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് പൊസിഷനിൽ ഒരു മാർക്ക് പ്ലേസ് ചെയ്യാണ് ചെയ്യുന്നത്. അതിനെയാണ് കണ്ടിന്യൂസ് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു എക്സാമ്പിൾ ആണ് കൊടുത്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്കിങ്ങനെ തരും. ഹൗ വുഡ് യു റീഡ് ദ ടി വി അഡ്വർടൈസ്മെന്റ് ആസ് എ ഗൈഡ് ഫോർ ബൈയിങ് എന്ന് പറഞ്ഞിട്ട് ആൻഡ് ഇങ്ങനെ ഒരു സ്കെയിലിംഗ് ഉണ്ടായിരിക്കും. ആൻഡ് റെസ്പോണ്ടന്റ് എന്ത് ചെയ്യും? ഈ ഒരു ക്വസ്റ്റ്യന് ആളുടെ ഒപ്പീനിയൻ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മാർക്ക് ചെയ്യും. സോ ഇങ്ങനെയാണ് സ്കെയിൽ ടൈപ്പ് എ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരാം, അല്ലെങ്കിൽ സ്കെയിൽ ടൈപ്പ് ബി, സ്കെയിൽ ടൈപ്പ് സി, സ്കെയിൽ ടൈപ്പ് ഡി എന്ന് പറഞ്ഞിട്ട് നമ്പേഴ്സ് ഒക്കെ വെച്ചിട്ട് ചെയ്യാം. സോ ഇങ്ങനെ ഓരോ പോയിന്റുകളും അസൈൻ ചെയ്തിട്ടുണ്ടാവും. സോ റെസ്പോണ്ടന്റ് ആളുടെ പോയിന്റ് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പോയിന്റിൽ എന്ത് ചെയ്യും? മാർക്ക് ചെയ്യും. അതിനെയാണ് കണ്ടിന്യൂസ് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത്. ഒരു കണ്ടിന്യൂസ് സ്കെയിൽ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. റെസ്പോണ്ടൻസ് അവരുടെ ഒപ്പീനിയൻ മാർക്ക് ചെയ്യാണ് ചെയ്യുന്നത്. കണ്ടിന്യൂസ് റേറ്റിംഗ് സ്കെയിൽ അല്ലെങ്കിൽ കണ്ടിന്യൂസ് സ്കെയിലിൽ അവർക്ക് ഏതാണോ പോയിന്റ് ചെയ്യാൻ തോന്നുന്നത് അല്ലെങ്കിൽ അവരുടെ ഒപ്പീനിയൻ പ്രകാരം ഏതാണോ അതിൽ മാർക്ക് ചെയ്യും. ദാറ്റ് ഈസ് കണ്ടിന്യൂസ് റേറ്റിംഗ് സ്കെയിൽ. ഇനി അടുത്തതാണ് ലൈൻ മാർക്കിംഗ് സ്കെയിൽ എന്ന് പറയുന്നത്. ലൈൻ മാർക്കിംഗ് സ്കെയിൽ എന്നൊക്കെ പറയുമ്പോൾ ഈ സെമാൻറ്റിക് ഡിഫറൻഷ്യൽ സ്കെയിൽ പോലത്തെ തന്നെ സ്കെയിൽ തന്നെയാണ്. അതിൻ്റെ തന്നെ എക്സാമ്പിൾ നേരത്തെ കണ്ടിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിൻ്റെ എക്സാമ്പിൾ ലൈൻ മാർക്കിംഗ് സ്കെയിലിൻ്റെ തന്നെ എക്സാമ്പിളായിട്ട് എഴുതാവുന്നതാണ്. സോ ദിസ് ഈസ് ടിപ്പിക്കലി യൂസ് ടു measure perceived similarity differences between products, brands or other objects. This is a form of semantic differential scale and this is a continuous scale itself. ഇത്രയാണ് ലൈൻ മാർക്കിംഗ് സ്കെയിലിനെ കുറിച്ച് പറയാനുള്ളത്. സെമാൻറ്റിക് ഡിഫറൻഷ്യൽ സ്കെയിൽ പോലത്തെ തന്നെ ഒരു സ്കെയിലാണ് ലൈൻ മാർക്കിംഗ് സ്കെയിൽ എന്ന് പറയുന്നത്. ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ബ്രാൻഡ് അല്ലെങ്കിൽ ഒബ്ജക്ട്സിൻ്റെ പെർസീവ്ഡ് സിമിലാരിറ്റി ഡിഫറൻസസ് ഓക്കെ അത് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൈൻ മാർക്കിംഗ് സ്കെയിൽ യൂസ് ചെയ്യുന്നത്. സെമാൻറ്റിക് ഡിഫറൻഷ്യൽ സ്കെയിലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന എക്സാമ്പിൾ തന്നെ ലൈൻ മാർക്കിംഗ് സ്കെയിലിൻ്റെ എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് ആ ഒരു ഫിഗർ തന്നെ നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് എഴുതാവുന്നതാണ്. സോ ഇത്രയാണ് നമ്മുടെ സ്കെയിലിംഗ് ടെക്നിക്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. റേറ്റിംഗ് സ്കെയില്, അതേമാതിരി റാങ്കിങ് സ്കെയിലിൽ കമ്പാരിറ്റീവ് സ്കെയിൽസിൽ വരും. അതുമാതിരി തന്നെ നോൺ കമ്പാരിറ്റീവ് സ്കെയിൽസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു സെക്ഷനും കൂടി നമുക്ക് പഠിക്കാനുണ്ട്. നോൺ കമ്പാരിറ്റീവ് സ്കെയിലിൽ നമ്മൾ രണ്ടെണ്ണം അതിൻ്റെ സബ് ഡിവിഷൻ പോലെ പഠിച്ചു. കണ്ടിന്യൂസ് റേറ്റിംഗ് സ്കെയിലും അതേമാതിരി തന്നെ ലൈൻ മാർക്കിംഗ് സ്കെയിലുമാണ് നമ്മൾ പഠിക്കുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് ക്വസ്റ്റ്യനെയർ.
സോ ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. നമ്മൾ നേരത്തെ പഠിച്ചിരുന്ന സമയത്തൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോസ്റ്റ് പ്രോബബ്ലി ഇപ്പോൾ സർവേ അങ്ങനെയുള്ള കേസുകളിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദ ടൂൾ ദാറ്റ് വി യൂസ് ഫോർ കളക്ടിങ് ഡാറ്റ വൈൽ വി കണ്ടക്ട് എ സർവേ, അല്ലെങ്കിൽ സർവേ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ റിസർച്ച് മെത്തേഡ്. ഓക്കെ, ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു മെത്തേഡ്, റിസർച്ച് മെത്തേഡാണ് സർവേ എന്നൊക്കെ പറയുന്നത്. സർവേയിൽ വരുന്നതാണ് സാമ്പിൾ സർവേ, സെൻസസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ടൈപ്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത് സർവേ വെച്ചിട്ട് നമ്മൾ ഒരു സ്റ്റഡി നടത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ സർവേ ടെക്നിക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്കിൽ അതിലൊക്കെ ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് അല്ലെങ്കിൽ ഒരു ടൂളിനെയാണ് ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത്. A device that is most frequently used in collecting primary data or information by using survey technique. Questionnaire is used in a survey for collecting data. It's a questionnaire or a schedule or interview form is a formulated set of questions for obtaining information from respondents. Questionnaire അല്ലെങ്കിൽ ഷെഡ്യൂൾ അല്ലെങ്കിൽ ഇന്റർവ്യൂ എന്നൊക്കെ പറയുന്നത് എന്താണ്? ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നുണ്ടാവുക. ആൻഡ് ഫ്രം റെസ്പോണ്ടൻസ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ഇൻഫോർമേഷൻ കളക്ട് ചെയ്യാണ് ചെയ്യുന്നത്. സോ ഡിവൈസ് യൂസ്ഡ് for collecting information from respondents is known as questionnaire. It consists of a set of questions. Okay, a formulated set of questions ആയിരിക്കും ഉണ്ടായിരിക്കുക. A questionnaire is a device used by researcher for securing answers to questions by using a form which the respondent fills himself. സോ ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ ഫോം. ഓക്കെ, ഒരു ഫോം ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഒരു ഫോമിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ആ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യും? റെസ്പോണ്ടൻസിന് കൊടുത്തതിന് ശേഷം റെസ്പോണ്ടൻസിൻ്റെ അടുത്ത് ആ ക്വസ്റ്റ്യനെയർ സ്വയം ഫില്ല് ചെയ്യാൻ പറയും. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പ്രിന്റഡ് ഓർ ടൈപ്ഡ് ഇൻ ഡെഫിനിറ്റ് ഓർഡർ ഓൺ എ ഫോം ഓർ സെറ്റ് ഓഫ് ഫോംസ്. സോ ഒരു ഫോമിൽ അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഫോംസിൽ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് പ്രിന്റ് ചെയ്തും അതേമാതിരി തന്നെ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തുമാണ് എന്താണ് ക്വസ്റ്റ്യനെയർ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ടാവുക. The main purpose of a questionnaire is to collect information from people who are widely distributed and to achieve success in collecting reliable and dependable data. സോ നമ്മൾ ക്വസ്റ്റ്യനെയർ എന്തിനാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്വസ്റ്റ്യനെയർ മെയിൻ എയിം എന്ന് പറയുന്നത് എന്താണ്? വൈഡ് ഏരിയസിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുന്ന ആൾക്കാരിൽ നിന്ന് നമുക്ക് കുറച്ചും കൂടി റിലയബിളും ഡിപ്പെൻഡബിളും ആയിട്ടുള്ള റിസൾട്ടുകൾ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡാറ്റ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത്. It is an inexpensive way to gather data from a potentially large number of respondents. Inexpensive way ആണ്. അതിൻ്റെ ഒരു ഡെഫിനിഷൻ നമുക്ക് നോക്കാം. According to Bogadas, a questionnaire is a list of questions sent to a number of persons for them to answer. It secures standardized results that can be tabulated and treated statistically. സോ ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത് എന്താണ്? ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അത് നമ്മൾ വേരിയസ് പേഴ്സണ് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കും ഇൻ ഓർഡർ ടു ആൻസർ. ആൻഡ് ഫൈനലി നമുക്കൊരു സ്റ്റാൻഡർഡൈസ്ഡ് അല്ലെങ്കിൽ റിലയബിൾ റിസൾട്ട് കിട്ടുന്നതിന് നമുക്ക് ടാബുലേറ്റ് ചെയ്യാനും പറ്റും. അതേമാതിരി സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ പെർഫോമൻസ് ഓപ്പറേഷൻസ് നമുക്കതിൽ പെർഫോം ചെയ്യാനും പറ്റും. വേരിയസ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ക്വസ്റ്റ്യനെയർ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ മെയിൻലി 3 ഒബ്ജക്റ്റീവ്സ് ആണുള്ളത്. സിമ്പിൾ ആയിട്ടുള്ള സംഭവങ്ങളാണ്. ഇറ്റ് ക്യാൻ ട്രാൻസ്ലേറ്റ് ദ ഇൻഫോർമേഷൻ നീഡഡ് ഇൻ ടു എ സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് ദാറ്റ് ദ റെസ്പോണ്ടൻസ് ക്യാൻ ആൻഡ് വിൽ ആൻസർ. സോ ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ക്വസ്റ്റ്യനെയർ ഡിസൈൻ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ ഓർഡർ ടു കളക്ട് ഡാറ്റ. സോ നമുക്ക് ഇൻഫോർമേഷൻ, നമുക്ക് വേണ്ട ആവശ്യങ്ങൾ അല്ലെങ്കിൽ ഇൻഫോർമേഷൻസിനെ നമുക്ക് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നു to the respondents and they will answer, and from that നമുക്ക് ആവശ്യമുള്ള ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യാണ് ചെയ്യുന്നത്. It must uplift, motivate and encourage the respondent to become involved in the interview, to cooperate and to complete the interview. So ഒരു ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത് എങ്ങനെ ഡിസൈൻ ചെയ്യണം? ഇറ്റ് ഷുഡ് അപ്ലിഫ്റ്റ് ആൻഡ് മോട്ടിവേറ്റ് ദ റെസ്പോണ്ടൻസ്. ഓക്കെ, റെസ്പോണ്ടൻസിനോട് അല്ലെങ്കിൽ റെസ്പോണ്ടൻസ് ആ ഒരു സർവേ അല്ലെങ്കിൽ ആ ഒരു ഇൻ്റർവ്യൂ ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ അവർക്കും ഒരു ആഗ്രഹം അല്ലെങ്കിൽ അവരിലും അങ്ങനെ ഒരു തിങ്കിങ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ആ ഒരു എൻകറേജ്മെന്റ് കൊണ്ടുവരാൻ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യനെയറിന് പറ്റണം. ഓക്കെ,
നെക്സ്റ്റ് പോയിന്റ് ആണ് ക്വസ്റ്റനെയർ ഷുഡ് മിനിമൈസ് റെസ്പോൺസ് എറർ. സോ നമുക്ക് എന്താണ് പല ഡാറ്റ കളക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ പല മെത്തേഡുകൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റെസ്പോൺസ് എറർ വരാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളത്. സോ ഒരു ക്വസ്റ്റനെയർ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി പ്രിപ്പയർഡ് വിത്ത് ഫുള്ളി കോൺസെൻട്രേറ്റഡ് അല്ലെങ്കിൽ ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു രീതിയിലായിരിക്കണം. ദാറ്റ് മിനിമൈസസ് ദ എറേഴ്സ് അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഒക്കെ കുറച്ചുകൊണ്ടുള്ള ഒരു ക്വസ്റ്റനെയർ ആയിരിക്കണം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവുക. സച്ച് ദാറ്റ് ദ റെസ്പോൺസ് എറർ അല്ലെങ്കിൽ റെസ്പോണ്ടൻസിന് ഒരു കൺഫ്യൂഷനും വരാതെ എന്താണ് നമുക്ക് ആവശ്യം എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം റെസ്പോണ്ടൻസിന് അതിനോട് തിരിച്ച് പറയാൻ അല്ലെങ്കിൽ നമുക്ക് റെസ്പോണ്ടൻസിൻ്റെ കയ്യിൽ നിന്ന് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടാൻ കഴിയണം ഒരു ക്വസ്റ്റനെയറിൽ നിന്ന്. സോ അങ്ങനെ ആയിരിക്കണം ഒരു ക്വസ്റ്റനെയർ പ്രിപ്പയർ ചെയ്യേണ്ടത്. So these are the objectives of designing a questionnaire or questionnaire objectives ആണ് ഇത്രയും പറഞ്ഞിട്ടുള്ളത്. ഇനി ക്വസ്റ്റനെയർ ഡിസൈൻ പ്രോസസ്സാണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 8 സ്റ്റെപ്സ് അല്ലെങ്കിൽ ഇത്രയും ഒരു സ്റ്റെപ്സിലൂടെയാണ് നമ്മൾ മെയിൻലി ഒരു ക്വസ്റ്റനെയർ പ്രിപ്പയർ ചെയ്യുന്നത്. സിംപ്ലി നമ്മൾ വേഗം ചെന്നിട്ട് ഒരു ക്വസ്റ്റനെയർ പ്രിപ്പയർ ചെയ്യല്ല ചെയ്യുന്നത്. വി ഹാവ് ടു ഗോ ത്രൂ ദീസ് സ്റ്റെപ്സ് ഇൻ ഓർഡർ ടു പ്രിപ്പയർ എ ക്വസ്റ്റനെയർ അല്ലെങ്കിൽ ഇൻ ഓർഡർ ടു ഡിസൈൻ എ ക്വസ്റ്റനെയർ. ഫസ്റ്റ് വൺ എന്താണ് ഡിഫൈനിങ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ സർവേ. നമ്മളൊരു സ്റ്റഡി ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് ദ സ്റ്റഡി എന്നുള്ളത് അല്ലെങ്കിൽ വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് ദ റിസർച്ച് എന്നുള്ളത് ക്ലിയർലി ഡിഫൈൻ ചെയ്യണം. ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്, പർപ്പസ് എന്ന് പറയുന്നത് മുന്നേ കൂട്ടിയിട്ട് ഡിസൈഡ് ചെയ്യേണ്ടതും അതേമാതിരി ക്ലിയർലി എന്ത് ചെയ്യണം, ഡിഫൈൻ ചെയ്യുകയും വേണം. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ഡിസൈനിങ് എ ക്വസ്റ്റനെയർ. ഒരു ലോജിക്കൽ ഫ്ലോ ഉണ്ടായിരിക്കണം. ഒരു ക്വസ്റ്റനെയർ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു ലോജിക്കൽ ഫ്ലോ ഉണ്ടായിരിക്കണം. ആ ലോജിക്കൽ ഫ്ലോ കിട്ടുക എങ്ങനെയായിരിക്കും, ഒബ്ജക്റ്റീവ്സ് കറക്റ്റ്ലി ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ആ ഒരു ലോജിക്കൽ ഫ്ലോ കിട്ടുകയുള്ളൂ. നെക്സ്റ്റ് വൺ ആണ് ഡിസൈഡിങ് ഓൺ ദ ഇൻഫോർമേഷൻ റിക്വയർഡ്. സോ നമുക്ക് എന്ത് ടൈപ്പ് ഓഫ് ഇൻഫോർമേഷൻ ആണ് കളക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് നെക്സ്റ്റ് സ്റ്റെപ്പ്, അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്, ഡിസൈഡ് ചെയ്യണം. ഓക്കെ, സോ നമുക്ക് സെക്കൻഡറി ഡാറ്റ വേണോ അതോ പ്രൈമറി ഡാറ്റ വേണോ, അതല്ലെങ്കിൽ വിച്ച് ടൈപ്പ് ഓഫ് റിസർച്ച് വി ആർ ക്യാരിയിങ് ഓൺ, എക്സ്പ്ലോറേറ്ററി റിസർച്ച് ആണോ, പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൂളാണ് ക്വസ്റ്റനെയർ. സോ ഇൻ അഡീഷൻ ടു ദിസ് ഡു വി നീഡ് സെക്കൻഡറി ഡാറ്റ ആവശ്യമാണ്, അതല്ലെങ്കിൽ ഇതൊരു എക്സ്പ്ലോറേറ്ററി റിസർച്ച് ആണെങ്കിൽ എങ്ങനത്തെ ടൈപ്പ് ഓഫ് ഇൻഫോർമേഷൻ ആണ് നമുക്ക് അതിൽ നിന്ന് ആവശ്യം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻഫോർമേഷൻ, നമുക്ക് എന്ത് ഇൻഫോർമേഷൻ ആണ് നമുക്ക് ആവശ്യമുള്ളത് എന്നുള്ളത് ഡിസൈഡ് ചെയ്യണം. നെക്സ്റ്റ് വൺ ആണ് ഡിറ്റർമൈനിങ് ദ സാമ്പിളിംഗ് ഗ്രൂപ്പ്. സോ നമുക്ക് എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് സാമ്പിളിംഗ് ഗ്രൂപ്പ് ഏതാണ് നമ്മുടെ എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യണം, ഡിസൈഡ് ചെയ്യണം. സോ അതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ പോപ്പുലേഷനെ നമ്മൾ ഡിഫൈൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഹാവ് ടു ഡ്രോ അപ്പ് എ സാമ്പിളിംഗ് ഫ്രെയിം. ഓക്കെ, സാമ്പിളിംഗ് ഫ്രെയിം, ഫുൾ ലിസ്റ്റ് ഓഫ് അല്ലെങ്കിൽ സോഴ്സ് ലിസ്റ്റ് ഓഫ് പോപ്പുലേഷൻ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ദെൻ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഒരു ക്വസ്റ്റനെയർ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഫാക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യണം. അതിന് നമ്മൾ ഏതൊക്കെ ഫാക്ടേഴ്സ് ആയിരിക്കും, ഏജ്, എഡ്യൂക്കേഷൻ, അങ്ങനത്തെയുള്ള കുറച്ച് ഫാക്ടേഴ്സും കൂടി കൺസിഡർ ചെയ്യണം. ഓക്കെ, പിന്നെ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്, ഒരു സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് മെത്തേഡ് ആയിരിക്കും നമ്മൾ മോസ്റ്റ് പ്രോബബ്ലി യൂസ് ചെയ്യുന്ന ഒരു സാമ്പിളിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. സോ സാമ്പിളിംഗ് ഗ്രൂപ്പിനെ ഡിറ്റർമൈൻ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് പോപ്പുലേഷൻ, അതിൽ നിന്ന് നമ്മൾ സാമ്പിൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ സാമ്പിളിംഗ് ഗ്രൂപ്പിനെ ഡിറ്റർമൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പാണ് ചൂസ് ദ മെത്തേഡ്സ് ഓഫ് റീച്ചിങ് ടാർഗറ്റ് റെസ്പോണ്ടൻസ്. സോ നമ്മളൊരു സാമ്പിളിംഗ് ഗ്രൂപ്പിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഹാവ് ടു റീച്ച് ടു ദാറ്റ് സാമ്പിളിംഗ് ഗ്രൂപ്പ്, അല്ലെങ്കിൽ ആ ടാർഗറ്റ് റെസ്പോണ്ടൻസിലേക്ക് നമുക്ക് എത്തണം. ഇൻ ഓർഡർ ടു ഗിവ് ദാറ്റ് ക്വസ്റ്റനെയർ, അല്ലെങ്കിൽ ക്വസ്റ്റനെയർ അവരിലേക്ക് എത്തിക്കണം. ഓക്കെ, സോ ആ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ആ ഒരു ഏത് മെത്തേഡാണ് നമ്മൾ ഇനി യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് തീരുമാനിക്കണം. Some of the methods are personal interviews, group or focus interview, mailed questionnaire, telephone interviews. സോ ഈ ഓരോ രീതികൾ, ആ ഓരോ മെത്തേഡിനും എന്തുണ്ട്, അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജും അതിൻ്റേതായിട്ടുള്ള ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. സോ ഇനി അടുത്ത ഇതാണ് റൈറ്റിംഗ് ദ ക്വസ്റ്റനെയർ. റൈറ്റിംഗ് ദ ക്വസ്റ്റനെയർ എന്ന് പറയുമ്പോൾ ക്വസ്റ്റനെയറിൽ നമുക്ക് എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ്. സോ ജസ്റ്റ് നമുക്ക് ആവശ്യമുള്ള മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമല്ല ഒരു ക്വസ്റ്റനെയറിൽ എന്ന് പറയുന്ന സമയത്ത് ഇറ്റ് ഹാസ് സം കണ്ടൻസ്
ടു ബി ഇൻക്ലൂഡഡ്. ലൈക്ക് ഇൻട്രൊഡക്ടറി പാർട്ടുണ്ട്, ദെൻ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ഫാക്ച്വൽ ഇൻഫോർമേഷൻ, അങ്ങനത്തെയുള്ള കാര്യങ്ങൾ നമ്മൾ ക്വസ്റ്റ്യനെയർ വഴി കളക്ട് ചെയ്യും. അതേമാതിരി മെയിൻ പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യനെയർ, അങ്ങനെ ഒരു സംഭവമുണ്ട്. സോ ഇത് കണ്ടൻസ് ഓഫ് ദ ക്വസ്റ്റ്യനെയർ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് കാണുന്നതായിരിക്കും. സോ ഇത്രയും കാര്യങ്ങളാണ് ഒരു ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ റൈറ്റ് ചെയ്യുന്ന സമയത്ത് മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാവുക. സോ ജസ്റ്റ് നമുക്ക് ആവശ്യമുള്ള ഇൻഫോർമേഷൻ മാത്രം നമ്മൾ കളക്ട് ചെയ്യുക എന്നുള്ളതല്ല. ഡെമോഗ്രാഫിക് ഡീറ്റെയിൽസ്, അതേമാതിരി തന്നെ മെയിൻ പാർട്ട്, ഒരു ലോജിക്കൽ ഫ്ലോയിലാണ് നമ്മൾ ക്വസ്റ്റ്യനെയർ എപ്പോഴും അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് നമ്മളെപ്പോഴും സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് അഡ്മിനിസ്ട്രിങ് ദ ക്വസ്റ്റ്യനെയർ. നെക്സ്റ്റ് സ്റ്റെപ്പാണ് അഡ്മിനിസ്ട്രിങ് ദ ക്വസ്റ്റ്യനെയർ. സോ ഹിയർ ദ റിസർച്ചർ ഷുഡ് പ്രൊവൈഡ് എ ഡിസ്ക്രിപ്റ്റീവ് ടൈറ്റിൽ ഫോർ ദ ക്വസ്റ്റ്യനെയർ. ആദ്യം തന്നെ എന്ത് ചെയ്യണം, റിസർച്ചർ ഒരു ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യനെയറിന് ഒരു ഡിസ്ക്രിപ്റ്റീവ് ടൈറ്റിൽ കൊടുക്കണം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യനെയറിന് ഒരു ഇൻട്രൊഡക്ഷൻ പ്രൊവൈഡ് ചെയ്യണം. ദെൻ എന്താണ്, ഐറ്റംസിനെ ഗ്രൂപ്പ് ചെയ്യണം, കണ്ടന്റ് ബേസിസിൽ ഗ്രൂപ്പ് ചെയ്യുക. അതേമാതിരി തന്നെ ഓരോ ഗ്രൂപ്പിനും സബ് ടൈറ്റിൽസ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ സബ് ടൈറ്റിൽസ് പ്രൊവൈഡ് ചെയ്യാം. ആൻഡ് ഓരോ ക്വസ്റ്റ്യനെയറിൻ്റെ എൻഡിലായിട്ട് ഇനി എന്താണ് റെസ്പോണ്ടൻസ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അഡ്മിനിസ്റ്റർ ചെയ്യുക. ഓക്കെ, അതാണ് അഡ്മിനിസ്ട്രിങ് ദ ക്വസ്റ്റ്യനെയറിൽ പറയുന്നത്. അറ്റ് ദ എൻഡ് ഓഫ് ദ ക്വസ്റ്റ്യനെയർ പോയിന്റ് ഔട്ട് വാട്ട് ദ റെസ്പോണ്ടൻറ്റ് ഷുഡ് ഡു നെക്സ്റ്റ്. ദെൻ പിന്നെ എന്താണ്, ഒരു ക്വസ്റ്റ്യനെയർ മെയിൽ ചെയ്യുകയാണെങ്കിൽ ഒരു ഫോളോ അപ്പ് ലെറ്റർ ഒക്കെ റെസ്പോണ്ടൻസിന് കൊടുക്കുക. അങ്ങനെ കുറച്ച് പോയിന്റുകളൊക്കെ അതിൽ വരുന്നുണ്ട്, ജസ്റ്റ് പറയുന്നു എന്നുള്ളൂ. അഡ്മിനിസ്ട്രിങ് ദ ക്വസ്റ്റ്യനെയർ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് എന്താണ്, ഒരു ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യനെയറിൻ്റെ ഒരു ഡിസ്ക്രിപ്റ്റീവ് ടൈറ്റിൽ കൊടുക്കുക. അതേമാതിരി തന്നെ ക്വസ്റ്റ്യനെയറിന് ഒരു ഇൻട്രൊഡക്ഷൻ പ്രൊവൈഡ് ചെയ്യുക. പിന്നെ ഐറ്റംസിനെ കണ്ടന്റ് ബേസിസിൽ ഗ്രൂപ്പ് ചെയ്യുക. അതേമാതിരി സബ് ടൈറ്റിൽസ് കൊടുക്കണമെങ്കിൽ സബ് ടൈറ്റിൽസ് കൊടുക്കുക. ദെൻ എന്താണ് ലാസ്റ്റ് ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ക്വസ്റ്റ്യൻ പോയിന്റ് ഔട്ട് വാട്ട് ദ റെസ്പോണ്ടൻസ് ഷുഡ് ഡു നെക്സ്റ്റ് റെസ്പോണ്ടൻസ് എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കൂടി അവരെ അറിയിക്കുക. സോ ഒരു കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ എന്താണ് അഡ്മിനിസ്റ്റർ ചെയ്യുക, അല്ലെങ്കിൽ ആൾക്കാരിലേക്ക് ക്വസ്റ്റ്യനെയർ എത്തിക്കുമ്പോൾ വാട്ട് ദേ ഷുഡ് ഡു എന്നുള്ളത്, അല്ലെങ്കിൽ അവർക്ക് കുറച്ചും കൂടി വ്യക്തമാകുന്ന രീതിയിൽ ക്വസ്റ്റ്യനെയർ അവർക്ക് എത്തിക്കുക. നെക്സ്റ്റ് വൺ ആണ് പൈലറ്റിംഗ് ദ ക്വസ്റ്റ്യനെയർസ്. സോ ബിഫോർ നമ്മൾ ആ ക്വസ്റ്റ്യനെയർ എത്തിക്കുന്നതിന് മുമ്പായിട്ട്, അല്ലെങ്കിൽ ക്വസ്റ്റ്യനെയർ സെൻഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ടു ദ ടാർഗറ്റ് പോപ്പുലേഷൻ, റെസ്പോണ്ടൻസിലേക്ക് എത്തിക്കുന്നതിന് മുമ്പായിട്ട് ഇറ്റ് ഈസ് ബെറ്റർ ടു ഹാവ് എ പൈലറ്റ് സ്റ്റഡി. ഓക്കെ, പൈലറ്റ് സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്മോൾ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിൽ വെച്ചിട്ട് നമ്മൾ ഒരു സ്റ്റഡി നടത്തിയതിന് ശേഷം നമുക്ക് നമ്മൾ വിചാരിച്ച റിസൾട്ട് തന്നെയാണോ കിട്ടുന്നത് എന്നുള്ളത് സ്റ്റഡി ചെയ്യുക. അതിനെയാണ് പൈലറ്റിംഗ് ദ ക്വസ്റ്റ്യനെയർസ് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ഡൺ ഇൻ ഓർഡർ ടു നോ വെദർ വി ആർ ഗെറ്റിംഗ് ദ ഡിസൈർഡ് റിസൾട്ട്, അല്ലെങ്കിൽ കറക്റ്റ് ഓർഡറിലാണോ ഇതൊക്കെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ദെൻ എല്ലാ ക്ലാസ്സസ് ഓഫ് റെസ്പോണ്ടൻസിനും ഈ ഒരു ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് മനസ്സിലാവുമോ. ദെൻ വെദർ ദ ഇൻസ്ട്രക്ഷൻസ് ടു ദ ഇൻ്റർവ്യൂവേഴ്സ് ആർ ആഡിക്വേറ്റ്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യനെയർ പൈലറ്റ് സ്റ്റഡി ചെയ്യുന്നതിലൂടെ എന്ത് മനസ്സിലാക്കാൻ പറ്റും, ഇത്രയും കുറച്ച് കാര്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യനെയർ ആപ്റ്റ് ആണോ എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഡ്രാഫ്റ്റിംഗ് ദ ക്വസ്റ്റ്യനെയർ. ഓക്കെ, ഡ്രാഫ്റ്റിംഗ് ദ ക്വസ്റ്റ്യനെയർ ആണ് അടുത്ത. ഡെവലപ്മെൻറ്റ് ഓഫ് ദ ഫൈനൽ ക്വസ്റ്റ്യനെയർ ആണ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഡ്രാഫ്റ്റിംഗ് ദ ഫൈനൽ ക്വസ്റ്റ്യനെയർ ഓർ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ഫൈനൽ ക്വസ്റ്റ്യനെയർ. ആഫ്റ്റർ doing the pilot study, we can know what are the limitations of the questionnaire that we have prepared, and our limitations ഒക്കെ cover up ചെയ്തുകൊണ്ട് we are finally developing the final questionnaire with suitable wording or suitable questions. After the pre-test we can get a suitable questionnaire or final questionnaire നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. സോ ഇന്ന് നമ്മൾ കണ്ടിട്ടുള്ളത് നോൺ സ്കെയിലിംഗ് ടെക്നിക്സിൻ്റെ നോൺ കമ്പാരിറ്റീവ് സ്കെയിലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷൻ ബാലൻസ് ഉണ്ടായിരുന്നു. സോ അത് നമ്മൾ കണ്ടു. നോൺ കമ്പാരിറ്റീവ് സ്കെയിലിൽ കണ്ടിന്യൂസ് റേറ്റിംഗ് സ്കെയിലും ലൈൻ മാർക്കിംഗ് സ്കെയിലുമാണ് നമ്മൾ അഡീഷണൽ ആയിട്ട് കണ്ടിട്ടുള്ളത്. ആൻഡ് പിന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് കണ്ടിട്ടുണ്ടായിരുന്നത് ക്വസ്റ്റ്യനെയർ എന്നുള്ള ഒരു സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ സ്കെയിലിംഗ് ടെക്നിക്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി ആർ മൂവിങ് ടു ക്വസ്റ്റ്യനെയർ. ഓക്കെ, ടൂൾസ് ഓഫ് കളക്ടിങ് ഡാറ്റ or various techniques for collecting data ആണ് ക്വസ്റ്റ്യനെയർ എന്നുള്ള സെക്ഷനാണ് നമ്മൾ ആദ്യം കണ്ടിട്ടുള്ളത്. സോ ഡിവൈസ് യൂസ്ഡ് ഇൻ സർവേ മെത്തേഡ് വിത്ത് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻ ഓർഡർ ടു കളക്ട് ഡാറ്റ ഫ്രം ദ റെസ്പോണ്ടൻസ്, അതിനെയാണ് ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യനെയറിൽ നമുക്ക് 3 ഒബ്ജക്റ്റീവ്സ് നമ്മൾ കണ്ടു. 3 ഒബ്ജക്റ്റീവ്സ് ദാറ്റ്
a researcher should consider while preparing a questionnaire or while designing a questionnaire. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ക്വസ്റ്റ്യനെയർ ഡിസൈനിങ് പ്രോസസ്സിനെ കുറിച്ചിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ദേ ആർ 8. ഓരോന്നും എന്താണ് എന്നുള്ളത് നമ്മൾ കണ്ടു. സോ ഇതിൻ്റെ ഉള്ളിൽ എഴുതേണ്ട പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. സോ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണുന്നത്. ഐ ഹോപ്പ് എവ്രി വൺ അണ്ടർസ്റ്റുഡ് ദ കണ്ടന്റ്. താങ്ക് യു ആൾ.